പ്രവാചകൻ ആയിഷയെ വളരെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു. മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒന്നിലേറെ ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് യഥാർത്ഥ ആരോപണമെങ്കിൽ ആ ആരോപണത്തിന് വിധേയമാകേണ്ടവരിവിടെ വേറെയുണ്ട്. ശ്രീരാമനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, യേശുക്രിസ്തു ഉണ്ട്. പക്ഷേ അവർക്കെതിരെ ഒന്നും ഈ ആരോപണങ്ങൾ ആരും ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അതിന് രണ്ട് കാരണങ്ങൾ ഇതാണ്. ഒന്നാമത്തെ കാരണം, ഇവരാരും സെക്യുലർ മേഖലയിൽ തൊട്ടിട്ടില്ല. തൊട്ടു എന്ന് അവരെ ആരാധിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ അവകാശപ്പെടുന്നുമില്ല. രണ്ടാമത്തേത്, അവരെ കുറ്റം പറയേണ്ട ഏറ്റവും വലിയ ലോകത്തെ ജനവിഭാഗം എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ ഒരാരാധ്യ പുരുഷന്മാരെയും ഒരർത്ഥത്തിൽ നിന്ദിക്കുന്നില്ല. ഇന്ന് ലോകത്ത് മറ്റ് ഇതര ആരാധ്യ പുരുഷന്മാരെ നിന്ദിക്കുന്ന ഒരു ടെക്സ്റ്റ് പോലും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ലാ തസുബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യരായി മറ്റുള്ളവർ കാണുന്നതിനെ നിങ്ങൾ ഒരിക്കലും പരിഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത് എന്ന വിശുദ്ധ ഖുർആനിന്റെ പാഠാവലി ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു ടെക്സ്റ്റ് ലോകത്ത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങാത്തത്.